പൂർണ്ണ ഹൃദയത്തോടെ വീണ്ടും അല്പസമയം കൂടി സ്വർഗത്തിലെ നല്ല ദൈവത്തെ നമ്മൾ ആരാധിക്കുകയാണ്. ഈ ശുശ്രൂഷയെ നമ്മെ സഹായിക്കുന്നത് ശാലോം ശുശ്രൂഷകനായ ബേബിച്ചനാണ്. ബേബിച്ചനോട് ചേർന്ന് ഉണർവോടെ നല്ല ദൈവത്തെ വീണ്ടും നമുക്ക് ആരാധിക്കുവാൻ ശ്രദ്ധിക്കാം. നമുക്കറിയാം, ഈ രാത്രി അനുഗ്രഹത്തിൻ്റെ രാത്രിയാകുന്നത് നമ്മൾ അനുഗ്രഹിക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്നത് കൊണ്ടല്ല, അനുഗ്രഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് കൊണ്ടല്ല ഈ രാത്രി അനുഗ്രഹത്തിൻ്റെ രാത്രിയാകുന്നത്. ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ കാത്തിരിക്കുന്നത് കൊണ്ടാണ് ഈ രാത്രി അനുഗ്രഹമായി തീരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മളെ അനുഗ്രഹിക്കുവാൻ കാത്തിരിക്കുന്ന ഒരു രാത്രിയാണ്. ഈ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ എത്രയോ വലിയ അനുഗ്രഹങ്ങളാണ് ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞത്. ഈ ശുശ്രൂഷയുടെ തന്നെ എത്രയോ വലിയ അനുഗ്രഹങ്ങളാണ് ഈശോ ഈ ലോകത്തിലേക്ക് ചൊരിഞ്ഞത്. എത്രയോ രോഗശാന്തികൾ, എത്രയോ മാനസാന്തരങ്ങൾ, എത്രയോ ദൈവാനുഗ്രഹങ്ങൾ ധാരാളമായി വാരിക്കോരി ചൊരിഞ്ഞ രാത്രിയായിട്ട് അത് മാറ്റിയിട്ടുണ്ടെങ്കിൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കാൻ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് വലിയ സത്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. അതുകൊണ്ട് നമ്മൾ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയല്ല, അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ യാചിക്കുകയല്ല, അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ കേഴുകയല്ല, പിന്നെയോ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ പക്കൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുക മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫ്രഞ്ച് വനിതയായ ഗബ്രിയേലോട് സ്വകാര്യ സംഭാഷണത്തിൽ ഈശോ പറഞ്ഞു, നിന്റെ ഹൃദയത്തിൻ്റെ ഓരോ കുഞ്ഞു വാക്കിനു വേണ്ടിയും ഞാൻ കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തിൻ്റെ ഓരോ കുഞ്ഞു വാക്കിനു വേണ്ടിയും ഞാൻ കാത്തിരിക്കുന്നു. നിന്റെ ഒരു അഭിവാദനത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. നിന്റെ ഒരു ചെറു പുഞ്ചിരിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്രയും നമുക്ക് നൽകുവാൻ സാധിച്ചാൽ ദൈവത്തിൻ്റെ മുമ്പിൽ അനുഗ്രഹിക്കപ്പെട്ട ജനമായി നമ്മൾ മാറുമെന്നാണ് ദൈവം ഈ രാത്രിയിൽ നമ്മളോട് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ദൈവം കൂട്ടിച്ചേർത്തു, നീ നിരുപാധികം എന്നെ സ്നേഹിക്കണം, നിരുപാധികം എന്നെ സ്നേഹിക്കണം, ഉപാധിയില്ലാതെ ദൈവത്തെ സ്നേഹിക്കണമെന്ന്. എന്ന് വെച്ചാൽ ഞാൻ പ്രാർത്ഥിച്ച കാര്യം എനിക്ക് ലഭിച്ചാൽ മാത്രമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയരുത്. കർത്താവേ, ഞാൻ എത്രയോ നാളുകളായി പ്രാർത്ഥിക്കുന്നു, എന്നിട്ടും എനിക്ക് ലഭിച്ചില്ലല്ലോ എന്നോർത്ത് പരാതിപ്പെട്ട് കർത്താവിനെ സ്നേഹിക്കാതിരിക്കരുത്. ആ സ്നേഹത്തിൽ ഊന്നി നിന്നുകൊണ്ട് നിരുപാധികമായി നീ എന്നെ അനുഗ്രഹിച്ചില്ലെങ്കിലും ഞാൻ നിന്നെ സ്നേഹിക്കും, ഞാൻ നിന്നെ ആരാധിക്കും. അപ്പോഴാണ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് കടന്നു വരുന്നത്. നിരുപാധികം പിതാവിനെ സ്നേഹിച്ച യേശുവിൻ്റെ മാതൃക നമ്മുടെ മുമ്പിലുണ്ട്. കുരിശിൽ കിടന്നുകൊണ്ട് പിതാവ് പോലും എന്നെ കൈവിട്ടല്ലോ എന്ന് പറഞ്ഞ്, ദൈവമേ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞിട്ടും, പിതാവേ നിന്റെ കരങ്ങളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നുവെന്ന് യേശു ആ മാതൃക നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഉപാധികളില്ലാതെ സ്നേഹിച്ച യേശുവിൻ്റെ മാതൃക, പിതാവിനെ ഉപാധികളില്ലാതെ സ്നേഹിച്ച യേശുവിൻ്റെ മാതൃക. ദൈവം കൈവിട്ടുവെന്ന്, പിതാവ് കൈവിട്ടുവെന്ന് വിചാരിക്കുമ്പോൾ പോലും പിതാവിനെ സ്നേഹിച്ച് അവൻ്റെ കരങ്ങളിൽ ഞാൻ സുരക്ഷിതനാണ്, അവൻ എന്നെ ഉയർപ്പിക്കുവാൻ ശക്തിയുള്ളവനാണ്, വലിയ മഹത്വം തരാൻ കഴിവുള്ളവനാണെന്നുള്ള വലിയ ശക്തിയിൽ പിതാവിൻ്റെ കരങ്ങൾ സമർപ്പിച്ച യേശുവിൻ്റെ മാതൃക നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ നമുക്കൊന്നു മാത്രമേ ചെയ്യാനുള്ളൂ, നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉപാധികളില്ലാതെ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ നമുക്കൊന്ന് ഒരുക്കാം, നമുക്കൊന്ന് കണ്ണുകൾ അടയ്ക്കാം. ഈശോയുടെ മുമ്പിൽ പൂർണ്ണമായി തന്നെ നമ്മളെ സമർപ്പിക്കുവാനായി ദൈവത്തെ സ്നേഹിച്ച് നമ്മൾ ആരാധിക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ വലിയ മഹത്വം നമ്മൾ പ്രാപിക്കാൻ പോകുകയാണ്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വലിയ മഹത്വം കടന്നു വരുവാനായിട്ട് ഇടയാകുകയാണ്. ദൈവജനത്തെ ആരാധിക്കുവാൻ വിട്ടുതരണമെന്ന് ഈജിപ്തിലെ ഫറവോയോട് മോശ അരുളി ചെയ്തപ്പോൾ അതിന് സമ്മതിക്കാതിരുന്ന ആ ഫറവോയുടെ മുമ്പിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് ദൈവജനത്തെ ആരാധിക്കുവാനായിട്ട് മോശ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവന്നു. ആ ദൈവജനം ദൈവത്തെ ആരാധിച്ചപ്പോൾ കാനാൻ ദേശം സ്വന്തമാക്കുവാൻ അവർക്ക് സാധിച്ചു. ഇതാ സമൃദ്ധമായ ഒരു ദേശം സ്വന്തമാക്കാൻ, നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ സമൃദ്ധി സ്വന്തമാക്കുവാൻ ദൈവത്തെ ആരാധിക്കണമെന്ന് ദൈവം ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു ജെറിക്കോ മതിലുകൾ കോട്ട പോലെ അവിടെ മുമ്പിൽ നിന്നപ്പോൾ അതിൻ്റെ ചുറ്റും നടന്ന് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ദൈവം ആവശ്യപ്പെട്ടപ്പോൾ ആ കോട്ടകൾ ഇടിഞ്ഞു പൊളിഞ്ഞു വീണു. ഇതാരാധിക്കുമ്പോൾ തടസ്സങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഇടിഞ്ഞു പൊളിഞ്ഞു മാറുകയാണ്. ഞാൻ ദൈവത്തെ സ്നേഹിച്ച് ആരാധിക്കുക മാത്രമേ വേണ്ടൂ.
ജയിലടികളിൽ കിടന്ന് ബന്ധനങ്ങൾ കിടന്ന ശിഷ്യന്മാര് കൈകൾ ഉയർത്തി ഒന്നുപോലെ സ്തുതിക്കാൻ കഴിയാതെ ആ ബന്ധനത്തിൽ കിടന്നുകൊണ്ട് തന്നെ ചങ്ങല കിലുക്കി ദൈവത്തെ സ്തുതിച്ചപ്പോൾ ആ ജയിലിന്റെ അറകൾ അവർക്ക് വേണ്ടി തുറക്കപ്പെട്ടു. ദൈവത്തെ ആരാധിക്കുക മാത്രമേ വേണ്ടൂ. ദൈവത്തെ ആരാധിക്കുക മാത്രമേ വേണ്ടൂ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ നിരുപാധികമായി ഉപാധികളില്ലാതെ അവിടുന്ന് ഒന്നും എനിക്ക് തന്നില്ലെങ്കിലും, എൻ്റെ ഒരു പ്രാർത്ഥന പോലും അവിടുന്ന് കേട്ടില്ലെങ്കിലും, എൻ്റെ ദൈവമേ, ഈ രാത്രിയിൽ നിന്നെ ഞാൻ ആരാധിക്കും. ഈ രാത്രിയിൽ നിരുപാധികമായി നിന്നെ ഞാൻ സ്നേഹിക്കും. നിന്റെ മഹത്വം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന് ഉറച്ച വിശ്വാസത്തോടെ നീ കൈവിട്ടു എന്നുള്ള ധാരണയിൽ പോലും നിന്നെ സ്നേഹിക്കാൻ എൻ്റെ ഹൃദയം ഇതാ ഒരുങ്ങുന്നു, എൻ്റെ മനസ്സിതാ ഒരുങ്ങുന്നു, എൻ്റെ ജീവിതം ഇതാ ഒരുങ്ങുന്നു. നമുക്ക് കരങ്ങളെ ദൈവത്തിന്റെ പക്കലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിക്കാം. ഇരു കരങ്ങളെയും ദൈവത്തിന്റെ പക്കലേക്ക് ഉയർത്തിപ്പിടിക്കാം. ഒന്ന് ചേർന്ന് നമ്മുടെ മഹത്വത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന, വലിയ മഹത്വം നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുന്ന ഈ ദൈവത്തെ ഒന്ന് ചേർന്ന് നമുക്കൊന്ന് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിരുപാധികമായി ഞങ്ങളെ സ്നേഹിക്കുന്നു, ഞങ്ങളെ ആരാധിക്കുന്നു കർത്താവേ, ഞങ്ങളെ പുകഴ്ത്തുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നു, എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. അവിടുന്ന് നൽകിയ അനുഗ്രഹം ഒന്നും മറക്കരുത്. ദൈവത്തിൻ്റെ അനുഗ്രഹം മറക്കാതെ അനുഗ്രഹത്തെ ഓർത്ത് ദൈവത്തെ വാഴ്ത്തിപ്പാടുമ്പോൾ വീണ്ടും അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ നമ്മുടെ ജീവിതങ്ങളെ അവിടുന്ന് പ്രാപ്തമാക്കുകയാണ്. നമുക്ക് വിശ്വസിക്കാം. ഇരുകരങ്ങളും നമുക്ക് തുറന്നു പിടിക്കാം. ഇരുകരങ്ങളും നമുക്ക് തുറന്നു പിടിക്കാം. ദൈവത്തിൻ്റെ വലിയ കൃപകൾ നമ്മളിലേക്ക് ഒഴുകുന്ന നിമിഷം ഇത് അടുത്ത ഗാനത്തിൻ്റെ ഈരടികളിലൂടെ ഭൂവാസികളോട് ചേർന്ന് നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ഈ വലിയ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് നമ്മൾ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം ഇവിടെ ഇറങ്ങി വരികയാണ്. ആരെല്ലാം ഈ സമയത്ത് ദൈവത്തെ സ്തുതിക്കുന്നുവോ, ആഹ്ലാദത്തോടെ സന്തോഷത്തോടെ സ്തുതിക്കുന്നുവോ, അവിടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ മഹത്വം ഈ രാത്രിയിൽ ഈ നിമിഷങ്ങളിൽ കടന്നു വരികയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിച്ച് നമ്മൾ ചേർന്ന് സ്തുതിക്കാം. കരങ്ങളടിച്ച് നമുക്ക് പാടാം. നന്നായി കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. നിരുപാധികമായി ദൈവത്തെ മഹത്വപ്പെടുത്താം. അനുഗ്രഹം ഒന്നും മറക്കാതെ ഈ കാലയളവിൽ നമ്മുടെ മേൽ ചൊരിഞ്ഞ, നമ്മുടെ കുടുംബത്തിന് മേൽ ചൊരിഞ്ഞ, നമ്മുടെ മക്കളുടെ മേൽ ചൊരിഞ്ഞ, നമ്മുടെ ജീവിത പങ്കാളികളുടെ മേൽ ചൊരിഞ്ഞ, നമ്മുടെ സാമ്പത്തിക മേഖലകളിൽ ചൊരിഞ്ഞ, നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിൽ ചൊരിഞ്ഞ സകല അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് ഈ ശുശ്രൂഷയിലൂടെ അനേകം അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനായിട്ട് ദൈവം ഇടവരുത്തിയതിനെ ഓർത്തുകൊണ്ട് നമ്മൾ നന്നായി ദൈവത്തെ സ്തുതിക്കുകയാണ്, നന്നായി ദൈവത്തെ ആരാധിക്കുകയാണ്. ഈ ആരാധനയിലൂടെ ദൈവത്തിന്റെ മഹത്വം വീണ്ടും നമ്മുടെ ഇടയിൽ ഇറങ്ങുകയാണ്. ദൈവത്തിന്റെ ശക്തി നമ്മുടെ ഇടയിലേക്ക് വീണ്ടും കടന്നിറങ്ങുകയാണ്. അവൻ നമ്മെ മെനഞ്ഞുവല്ലോ, അവൻ നമുക്കുള്ളവൻ, നാം അവനുള്ളവർ,
മുമ്പിൽ ദൈവമേ, നീ എനിക്കൊന്നും തന്നില്ലെങ്കിലും, എൻ്റെ ഒരു പ്രാർത്ഥന പോലും കേട്ടില്ലെങ്കിലും നിന്നെ ഞാൻ നിരുപാധികമായി സ്നേഹിക്കും, നിരുപാധികമായി നിന്നെ സ്തുതിക്കും. നിന്റെ കരങ്ങളിൽ എൻ്റെ ജീവിതം സുരക്ഷിതമാണെന്ന് ഞാൻ ഏറ്റുപറയുകയാണ്. നിന്റെ കരങ്ങളിൽ എൻ്റെ ജീവിതം സുരക്ഷിതമാണെന്ന് ഏറ്റുപറയുകയാണ്. ദൈവം നമ്മളെ വലിയ മഹത്വം നൽകി അനുഗ്രഹിക്കുമെന്ന് ഈ ജീവിതത്തിൻ്റെ എല്ലാ ദുഃഖവേളകളിലും, എല്ലാ സഹനങ്ങളിലും, എല്ലാ തകർച്ചകളിലും, എല്ലാ തളർച്ചകളിലും നിന്നെ ഞാൻ ആരാധിക്കും, നിന്നെ ഞാൻ സ്തുതിക്കും. ആ വലിയ മഹത്വം എന്നിലേക്ക് കടന്നു വരും. വിശ്വസ്തനെന്നറിവിൻ അവൻ നമ്മെ വിളിച്ചുവല്ലോ. യഹോവ തന്നെ വിശ്വസ്തനെന്നറിവിൻ അവൻ നമ്മെ വിളിച്ചുവല്ലോ. അവൻ നല്ല ഇടയൻ, തന്റെ ആടുകൾ നാം അവനെ സ്തുതിച്ചിടുവിൻ. അവൻ നല്ല ഇടയൻ, തന്റെ ആടുകൾ നാം അവനെ സ്തുതിച്ചിടുവിൻ. സന്തോഷത്തോടെ അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്. അവൻ നല്ലവനല്ലോ, സ്തുതി എന്നും അവൻ. ചേർന്ന് നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്. അവൻ നല്ലവനല്ലോ, സ്തുതി എന്നും അവൻ. ഭൂവാസികളെ യഹോവയെ കാത്തിടുവിൻ. ഭൂവാസികളെ യഹോവയെ കാത്തിടുവിൻ. സന്തോഷത്തോടെ വന്നു കൂടുവിൻ, സംഗീതത്തോടെ സ്തുതി പാടുവിൻ. സന്തോഷത്തോടെ വന്നു കൂടുവിൻ, സംഗീതത്തോടെ സ്തുതി പാടുവിൻ. അവൻ നല്ലവനല്ലോ, ചേർന്ന് ചേർന്ന് അവൻ നല്ലവനല്ലോ, സ്തുതി എന്നും അവൻ. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്. അവൻ നല്ലവനല്ലോ, സ്തുതി എന്നും അവൻ. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്. അവൻ നല്ലവനല്ലോ, സ്തുതി എന്നും അവൻ. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്. അവൻ നല്ലവനല്ലോ, സ്തുതി എന്നും അവൻ. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ, വലിയ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം. സ്വർഗത്തിന്റെ മഹത്വം നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങുന്ന ഇതാ അനുഗ്രഹപ്രദമായ നിമിഷം, നിരുപാധികമായി കർത്താവേ, ഇപ്പോൾ നിന്റെ കരങ്ങളിൽ എന്റെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ, 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 ഗ്ലോറി, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദയയെന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവൻ. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവൻ. വലിയ സന്തോഷത്തോടെ നമുക്കിരിക്കാം. ദൈവത്തിൻ്റെ തൃക്കരങ്ങളിൽ ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ, ഈ ഒരു പുതിയ കാലത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ യേശുവിൻ്റെ മുമ്പിൽ എല്ലാം നമുക്ക് സമർപ്പിക്കാം. പുതുവഴികളിൽ നമ്മളെ അനുഗ്രഹിക്കുന്നവനാണ് അവിടുന്ന്. പുതുവഴികളിൽ തന്നെ അനുഗ്രഹത്തിൻ്റെ ചാലുകൾ നമുക്ക് വേണ്ടി തുറക്കുന്നവനാണ് അവിടുന്ന്. അവിടത്തേക്ക് അനുഗ്രഹിക്കാൻ മാത്രമേ അറിയാവൂ. തൻ്റെ പക്കലേക്ക് ആരെങ്കിലും എപ്പോഴെങ്കിലും ഒന്ന് കടന്നു വന്നാൽ അവനെ അനുഗ്രഹിക്കാതെ ഞാൻ വിടുകയില്ല. അനുഗ്രഹിക്കാൻ മാത്രം അറിയുന്ന കർത്താവ് ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് നമ്മളെ വിളിച്ചിരിക്കുകയാണ്. നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ പദ്ധതികൾ, നമ്മുടെ പ്ലാനുകൾ എല്ലാം അവിടുത്തെ പദ്ധതികളും പ്ലാനുകളുമായി മാറണം. ആ പദ്ധതിയിലേക്ക് ദൈവം നമ്മളെ വിളിക്കുകയാണ്. ഈ പദ്ധതികളെല്ലാം സമർപ്പിച്ച് നമ്മൾ ആരാധിക്കുമ്പോൾ, യേശുവിനെ നമ്മൾ ആരാധിക്കുമ്പോൾ, ഈ പദ്ധതികളെല്ലാം ദൈവം ഏറ്റെടുക്കുകയാണ്. എല്ലാം നന്മയ്ക്കായി മാറ്റാൻ കഴിവുള്ള ദൈവത്തിൻ്റെ മുമ്പിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. ഏത് തിന്മകളെയും നന്മകളാക്കി രൂപാന്തരപ്പെടുത്താൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളായിരിക്കുമ്പോൾ എന്നിലേക്ക് കടന്നു വരുന്ന ഒരു തിന്മകളെയും ഞാൻ ഭയപ്പെടേണ്ടതില്ല. എൻ്റെ സഹനങ്ങളെ ഓർത്ത് ഞാൻ ദുഃഖിക്കേണ്ടതില്ല. എൻ്റെ പ്രയാസങ്ങളെ ഓർത്ത് ഞാൻ സങ്കടപ്പെടേണ്ടതില്ല. എൻ്റെ തളർച്ചകളെയും തകർച്ചകളെയും ഓർത്ത് ഞാൻ ആകുലപ്പെടേണ്ടതില്ല. അവയെല്ലാം നന്മയ്ക്കായി മാറ്റാൻ എൻ്റെ ദൈവം ഈ സമയം എൻ്റെ കൂടെയുണ്ട്. ദൈവത്തിൻ്റെ പക്കലേക്ക് ആ പദ്ധതികളെ സമർപ്പിക്കാം, നമ്മുടെ പ്ലാനുകളെ സമർപ്പിക്കാം,
നമ്മുടെ സ്വപ്നങ്ങളെ സമർപ്പിക്കാം, നമ്മുടെ ആഗ്രഹങ്ങളെ സമർപ്പിക്കാം. ദൈവമെല്ലാം ഏറ്റെടുക്കാൻ, നിൻ്റെ ഓരോ കാര്യങ്ങളെയും ഏറ്റെടുക്കാൻ, നിൻ്റെ ചെറു ഹൃദയത്തിൻ്റെ, നിൻ്റെ ഈ ഹൃദയത്തിൻ്റെ ഒരു കുഞ്ഞു വാക്ക് പോലും ശ്രദ്ധിക്കാൻ ഈശോ നിൻ്റെ മധ്യത്തിലുണ്ട്. ഈശോ നിൻ്റെ അടുക്കലുണ്ട്. ഈശോ നിന്നിലെ അടുക്കലായിരിക്കാൻ മാത്രമല്ല, നിന്നിൽ ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിന്നിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നിൻ്റെ ഹൃദയത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ്. ജീവിക്കുന്ന ദൈവം നിന്നിലായിരുന്നു കൊണ്ട് നിന്നെ അനുഗ്രഹിക്കാൻ, നിന്നിലായിരുന്നു കൊണ്ട് നിൻ്റെ പദ്ധതികൾ പൂവണിയിക്കാൻ, നിന്നിലായിരുന്നു കൊണ്ട് നിൻ്റെ സ്വപ്നങ്ങളെ പൂവണിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ദൈവത്തെ നമുക്ക് ഈരടികളിലൂടെ നമുക്ക് ആരാധിക്കാം. യേശുവിനെ ഈരടികളിലൂടെ നമുക്ക് ആരാധിക്കാം. യേശുവെ ആരാധന, എൻ്റെ സകല കാര്യങ്ങളും പുതുവഴികളിൽ എനിക്ക് അനുഗ്രഹം തരുന്ന നിന്നിൽ ആരാധിച്ചുകൊണ്ട് നമുക്ക് പാടാം ഗായക സംഘത്തോട് ചേർന്ന്. യേശുവിൻ നാമത്തിൻ ആരാധന, രാജാധിരാജാവിൻ ആരാധന, എല്ലാ പ്രശംസയ്ക്കും യോഗ്യൻ നീ. പാടുന്നു ഞാൻ അങ്ങേയ്ക്ക് ആരാധന. യേശുവിൻ നാമത്തിൻ ആരാധന, രാജാധിരാജാവിൻ ആരാധന, എല്ലാ പ്രശംസയ്ക്കും യോഗ്യൻ നീ. പാടുന്നു ഞാൻ അങ്ങേയ്ക്ക് ആരാധന. വീശി ദൈവസാന്നിധ്യത്തെ ഓർത്തുകൊണ്ട്, ദൈവം സ്വർഗ്ഗം വിട്ട് ഇറങ്ങി വരുന്നത് കണ്ടുകൊണ്ട് വിശ്വാസത്തോടെ ആർദ്രഹൃദയനായ കർത്താവ്, കാരുണ്യവാനായ കർത്താവ്, ക്ഷമാശീലനായ കർത്താവ്, സ്നേഹനിധിയായ കർത്താവ്, നമ്മുടെ പാപങ്ങൾക്കൊത്ത് നമ്മളെ ശിക്ഷിക്കാത്ത കർത്താവ്, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്ത് നമ്മളോട് പകരം ചെയ്യാത്ത കർത്താവ്, ഭൂമിക്ക് മേൽ ഉയർന്നിരിക്കുന്ന ആകാശത്തോളം ഉന്നതമായ കാരുണ്യം നമ്മളോട് കാണിക്കുന്ന കർത്താവ്, തൻ്റെ ഭക്തരോട് കാണിക്കുന്ന കാരുണ്യം അത് ഉന്നതമാണ്. ഇതാ കാരുണ്യം നമ്മളോട് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ കാരുണ്യത്തെ ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം. നമ്മോട് കാണിച്ച കാരുണ്യത്തെ ഓർത്ത് കർത്താവിനെ വാഴ്ത്താം. എല്ലാ മാലാഖമാരോടും ചേർന്ന്, എല്ലാ ദൈവദൂതരോടും ചേർന്ന് കരുണയിൻ കരത്താൽ നീ കാക്കുന്നവൻ, പുതുവഴിയൊരുക്കി നീ കരുതുന്നവൻ, ദുഃഖത്തിൻ വേളയിൽ കൈവിടാത്തവൻ, വീഴാതെ എന്നെന്നും
പക്കലേക്ക് വീണ്ടും കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരുടെ ഹൃദയങ്ങളിൽ നിന്നും ദൈവസ്തുതികൾ ഉയർത്തി നിരുപാധികമായി ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് എല്ലാ ദൈവജനവും ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങേക്ക് തുല്യനായ ആരുമില്ല, നീയല്ലാതെ വേറെ ദൈവമില്ല. ചേർന്ന് പാടാം. നിൻ മുൻപിൽ മാത്രം ഞാൻ വണങ്ങിയിടുന്നേ, നീയാണെൻ ദൈവവും എൻ പിതാവേ. അങ്ങേക്ക് തുല്യനായ ഏറ്റുപറയാം. ആരുമില്ല. ദൈവത്തെ ഏറ്റുപറയാം ഹൃദയം കൊണ്ട്. നീയല്ലാതെ വേറെ ദൈവമില്ല. നിൻ മുൻപിൽ മാത്രം ഞാൻ വണങ്ങിയിടുന്നേ, നീയാണെൻ ദൈവവും എൻ പിതാവേ. ചേർന്ന് കരങ്ങൾ ഉയർത്തി എല്ലാവരും ചേർന്ന് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദൈവസന്നിധി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എല്ലാ മാതാക്കന്മാരും ദൈവത്തോട് ചേർന്ന് ദാ സ്വർഗ്ഗം താഴെ ഇറങ്ങി വരുന്ന നിമിഷം, ദാ സ്വർഗീയ നിമിഷങ്ങൾ ഇതാ ഇവിടെ സംജാതമാകുന്നു. ദൈവം നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്ന നിമിഷം സകല ദൈവദൂതന്മാരോടും കൂടെ, സകല ദൂതഗണങ്ങളോടും കൂടെ, സകല വിശുദ്ധരോടും ചേർന്ന് കരങ്ങളുയർത്തി വീശിക്കൊണ്ട് ഹല്ലേലൂയ, കരങ്ങളടിച്ച് 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 പാടാം. ചേർന്ന് പാടാം. എല്ലാവരും ചേർന്ന് ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരുവാൻ ദൈവമായി അംഗീകരിച്ചോട്ടേക്ക് പറഞ്ഞ് എല്ലാവരും ചേർന്ന്
അനുഭവത്തെ അനുഭവിക്കാം. ദൈവം അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളെ ഓർക്കാം. ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വരുന്നു. ഈ കാലങ്ങളിൽ ദൈവം നമ്മളെ മഹത്വപ്പെടുത്താൻ പോകുന്നു. വിശ്വാസത്തോടെ ഹൃദയത്തിൽ പാടാം. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ച് എല്ലാ മഹത്വവും ദൈവത്തിന് കൊടുത്ത് ശാന്തമായി നമുക്കിരിക്കാം. ദൈവത്തിന് മുമ്പ് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് ദൈവത്തിൻ്റെ വലിയ മഹത്വം ജീവിതത്തിൽ ഏറ്റുവാങ്ങുവാൻ തക്ക വിധം നമ്മുടെ ഹൃദയത്തെ ഒരുക്കി നമുക്ക് കാത്തിരിക്കാം. കാത്തിരിക്കുന്ന കർത്താവ് നമ്മുടെ ഇടയിൽ എപ്പോഴും സജീവനായി നമ്മളെ അനുഗ്രഹിക്കാൻ കാത്തു നിൽക്കുന്നു. അവിടുത്തെ കാണാം വിശ്വാസത്തോടെ.